നിന്ന് നിധി കിട്ടുമെന്നും പറഞ്ഞ് കാലം കളഞ്ഞില്ലല്ലോ. പിന്നെ അധ്വാനിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നലും. അധ്വാനിക്കുന്നുണ്ട് ഇല്ലെന്നാരാ പറഞ്ഞേ? ചില്ലി പൈസ അനാമത്ത് കളയത്തുമില്ല. പക്ഷെ അതുകൊണ്ട് ആർക്ക് എന്ത് ഗുണമാടും? യവന്റെ കൂടെ അയച്ചേ പിന്നെ കീറിത്തുന്നാത്തൊരു ബ്ലൗസ് ഇട്ടെന്റെ മോളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കൈലിമുണ്ട് വാങ്ങണമെങ്കിൽ കോഴിയെ വളർത്തി മുട്ട വിറ്റും എന്റെ കുഞ്ഞ് തന്നെ നുള്ളിപ്പിറക്കി ഉണ്ടാക്കണം. വണ്ടിക്കാളയ്ക്ക് പുല്ലെറിഞ്ഞു കൊടുക്കണ പോലെ 3 നേരവും പള്ള നിറയ്ക്കാനുള്ളത് ഇട്ടു കൊടുക്കും. വാരി തിന്ന് മിണ്ടാതെ കിടന്നോണം. എന്റെ മോളായിട്ടാടും. ലോകത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ എന്നേ ഇട്ടെറിഞ്ഞു പോയേ. ദരിദ്രനാടോ, പരമദരിദ്രൻ. എന്നാലും എന്റെ 2 പെമ്മക്കളെയും രാജകുമാരിമാരെ പോലാ ഞാൻ വളർത്തിയത്. അറിയാലോ തനിക്ക്. അമ്മയില്ലാത്ത ദണ്ണം ഒരു കാര്യത്തിലും അവരറിഞ്ഞിട്ടില്ല. ഒന്നും ചൊവ്വായില്ല. ഇളയതിനെ ദൈവം നേരത്തെ വിളിച്ചു. ഇതിന്റെ അനുഭവം ഇങ്ങനെ. എന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വേവലാതിയില്ല. ഏതെങ്കിലും ഒരു പൂരക്കാലം ഒടുങ്ങുമ്പോൾ ഒരു ബലൂൺ പൊട്ടണ പോലെ തീർന്നു കിട്ടും. പക്ഷെ ഈ കുഞ്ഞ് അതിനൊരു ജീവിതമില്ലേ? അമ്പലപ്പറമ്പ് തോറും നടന്ന് ഇല്ലാണ്ടാവുകയാത്. എന്താ മോളെ പോകുന്നത്? ഗുരുവായപ്പന്റെ കൂടെ പറഞ്ഞതല്ലേ ആനവാലി ചോദിക്കാന്ന്. വന്നേ വാങ്ങിക്കാൻ ഇത്തിരി കഴിയട്ടെ മോളെ. പറ്റില്ല അപ്പൂപ്പ കളിപ്പിക്കുക. വാ വന്നേ, വേഗം വാ അപ്പൂപ്പ. അവിടെ അപ്പൂപ്പൻ പറഞ്ഞു അവിടെ വന്ന് എന്തെങ്കിലും കഴിക്കാൻ. കെട്ടിയെടുത്ത നിന്റെ തന്ത അന്ന് മുതൽ ഇന്ന് വരെ ഒരുത്തന്റെ സഹായമില്ലാതെ നിന്നെ വളർത്തിയത്. 4 അക്ഷരം പഠിച്ച് ഈ നശിച്ച നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനല്ല പൂതി. നീതി വാരാനാ. ഞാൻ ചത്തിട്ട് മതിയിടാതെ. പങ്കച്ചിയമ്മേ, ആശുപത്രിയിൽ ഒന്ന് കാണാൻ വന്നതാ. ഒന്ന് ഒതിച്ചു കെട്ടാൻ. ചാവ് കയറ്റി മുങ്ങാൻ പോയിരിക്കണം തണ്ടക്കാലൻ. തന്തയുടെ ഒരു മനസ്സിലുണ്ടെങ്കിൽ ഇവൻ ഈ പണിക്ക് പോവോ? എന്റെ തലവിധി. അല്ലാതെന്താ? നടക്കണം അങ്ങോട്ട്. നിന്റെ ഒടുക്കത്തെ പോക്കിന് നിർത്തി തരാം. കടയിലെ ലാസറിയാൻ ഇന്നാള് പറയുവാ ചാവുകത്തി പോയാ ചത്തുപോകുന്നു. നേരാണോ? മോൻ ഇതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ഇത് കഴിഞ്ഞല്ലേ? ചേട്ടാ ഒരു ചായ എടുക്കട്ടെ? വേണ്ട. ഇന്നാ ചായ. ഇവനാ മിടുക്കൻ. റേഷൻ കടയിലേക്ക് ചരക്കെടുക്കാമെന്നതാ. അത് എടുക്കണ നേരം കൊണ്ട് 100 രൂപ കാശ് വേറെ ഉണ്ടാക്കും. അതുള്ളതാ. പക്ഷെ ആർക്കാ ഗുണം? ഒരു വെയിലത്തിരുന്ന് പണിയെടുത്താൽ 1 ഗ്ലാസ് നാരങ്ങ വെള്ളം കാശ് കൊടുത്ത് കുടിക്കല്ലേ? ഒരു കൂട്ട് കാജ മേടിച്ചാലേ ഒരാഴ്ചയാ കണക്ക്. നേരുണ്ടെങ്കിൽ ആ ലൈലിന്റെ ബാക്ക് കൂടി നോക്കാം. ശരിയാക്കാം. പിറ്റടാ വണ്ടി ഒന്ന് മാറ്റിയിരുന്നേ. നീ ലൈസൻസ് എടുത്താ? എടുക്കണം. ആ ചാർലിയോട് പറഞ്ഞ് എടുത്ത് വെച്ചേക്ക്. ചിലപ്പോ ഒന്ന് ഒത്തു വന്നേക്കും. വണ്ടിയോ? എവിടുന്നാ? വണ്ടിക്കാരൻ കേട്ടപ്പോ അവന്റെ ഒരു ഇളക്കം നോക്ക്. അത് പിന്നെ ഒരു ലോറി വാങ്ങുന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്ന. കാളവണ്ടി ആയിട്ട് ഈ പട്ടണത്തിൽ കാല് കുത്തിപ്പോ ഉറപ്പിച്ചതാ. പിന്നെ എലിഞ്ഞിപ്പാലം വരാൻ പോണതെന്ന് കേട്ടപ്പോ അതങ്ങ് ഉറച്ചു. പാലം വന്നു കഴിഞ്ഞാ പിന്നെ കാളവണ്ടി ആയിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഏതാ വണ്ടി? വണ്ടി നമ്മുടെ കരുണേട്ടന്റെ ലൈലന്റാ. നമ്മുടെ ബഷീർ ഓടിച്ചിരുന്ന. കഴിഞ്ഞ ദിവസം അടിവാരത്ത് വെച്ച് കണ്ടപ്പോ എന്നോടൊന്ന് സൂചിപ്പിച്ചു, മോളുടെ കല്യാണക്കല്ലേ അതിന്റെ ഒരു ടൈറ്റ്. അല്ലെങ്കിൽ മൂപ്പര് കൊടുക്കൊന്നുമില്ല കേട്ടോ. അതൊന്നും ചോദിച്ചില്ല. കുഴപ്പമില്ല, നമുക്ക് ഉറപ്പിക്കാം. ആട്ടെ, അന്റെ കയ്യിൽ ഇപ്പൊ എത്ര ഉണ്ട് സമ്പാദ്യം? ഒരു 10-30 കാണും. ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ഒരു 40 ഒപ്പിക്കാൻ നോക്ക്. ബാക്കി നമുക്ക് CC ഇടാം. CC-യോ? എടാ, CC എന്ന് കേട്ടാ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. അത് മാസാമാസം കടഞ്ഞു പോയിക്കോളും. നീ വിചാരിച്ച ദിവസം 100-150 ഉണ്ടാക്കാനാ പാട്. സമാധാനായിട്ട് കാശുണ്ടാക്കാനുള്ള വഴി നോക്കും. അടുത്ത മാസം
താക്കോലും മേടിച്ച് ഞാൻ കയ്യിൽ തരും. പൊളാച്ചിന്നാടാ. അയ്യോ നീ വണ്ടി മാറ്റിട്ടോ. ഇതൊക്കെ കൂടാ എന്നെടുത്തോ. ഓക്കെ സർ. എത്രയായി? എന്താ സർ, ഇനി വേറെ എന്തെങ്കിലും വേണോ? അത്രയൊരു ബ്ലൗസിങ് ഓ, ശരി. മുതലാളി ഇതാ വരുന്നു. ദിവാകരോ, അത് ചോദിക്കാൻ മറന്നു. കൊച്ചിനെ കൊണ്ട് രാഘവന്റെ കൈ തള്ളിയേച്ച് പോയപ്പോ എന്നാ പറഞ്ഞു മൂപ്പിലാൻ? തന്തയുടേത് കുരുട്ട് ബുദ്ധിയാ. ഇടയ്ക്കും പിഴയ്ക്കൊക്കെ ഇങ്ങനോട്ട് തള്ളിയേച്ച് പോയാ നിന്റെ മനസ്സെങ്ങാനും മാറിയാലോ. പെങ്കൊച്ച നോക്കിയും കണ്ടുമൊക്കെ നിന്നില്ലേ തലയിലിരിക്കും. നിന്റെ അടുത്ത് പണി നടക്കല്ലെന്ന് എനിക്കറിയാം. രാധാക്കേ, ഞാൻ സ്കൂളിൽ പോവാ. ഉണ്ണിക്കുട്ടാ, ഒന്ന് വേഗം വാ ബുബ, സ്കൂളിൽ ബെല്ലടിക്കും. ദേ നിക്ക്, വെള്ളം മറന്നു. ഓ അത് മറന്നു ഇല്ലേ? നടക്ക. സൂക്ഷിച്ചു പോണേ. ആ, ഇവിടുന്നുള്ള പള്ളക്കുടത്തിപ്പൂക്ക് ഓർക്കുമ്പോഴാ എന്തൊരു നടപ്പാ. അതിന്റെ ഇടയിൽ പുഴയിലെങ്ങാനും വെള്ളം പൊങ്ങി തീർന്നു. ജോസേ വരാൻ വേണ്ടി കാത്തിരിക്കുക. എന്നാൽ എനിക്ക് സമാധാനാവും. ആളെന്ന് വരും? മാർച്ചില് മതിയാക്കി പോരുക. ആ സുഗന്ധി, മണ്ണെണ്ണ നാളെ തരാട്ടോ. റേഷൻ വാങ്ങാൻ പോയില്ല, അതുകൊണ്ടാ. അത് സാരില്ല. വാസുകുട്ടിന്റെ വീട്ടിലേക്കാ 3-4 ദിവസമായിട്ട് ഉറങ്ങണ്ട മനുഷ്യന്. പൂജയും മന്ത്രവാദവും ഗുരുതയും. ഇനി വന്നേ, ഇനിയാന്നേ എന്റെ പശു പെറ്റപ്പം മറവിളക്ക് വന്നിരിക്കുന്നു. വാസുകുട്ടിന്റെ ഭാര്യ അങ്ങ് വടക്കെങ്ങാണ്ടുള്ള ദുർമന്ത്രവാദിയാ. മുടിഞ്ഞൊരു നാട്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്റെ ദേവിയെ. പൊന്നൂട്ടിയെ, മോഹൻലാലിന്റെ മേലാണല്ലോ കണ്ണ്. മമ്മൂട്ടി കാണാതൊന്ന് എടുത്തു. ഈ ഫോട്ടോ ഞാൻ എടുത്തോട്ടെ, എന്റെ പെട്ടിയില് വെക്കാനാ. മോള് എടുത്തോ കേട്ടോ. എന്റെ കാശില്ല, ഞാനേ പൂരം കഴിയുമ്പോ മുമ്പേ തരാം കേട്ടാ. അപ്പൂപ്പൻ അറിയണ്ട കേട്ടോ. ഒന്നുവേ എന്താടോ വല്ല കുരുത്തെ കൂടെ ഒപ്പിച്ചോ? ഏയ്, ഇത് നമ്മള് കരുതുന്നിടത്തൊന്നും നിൽക്കുകയല്ലോ. ആനയുടെ ചൊറി തന്നെ ആടികൊള്ളുന്നേ. ഇയാൾ എപ്പോഴും അങ്ങനെ. അതിന്റെ കണ്ണിന്റെ താഴെ കണ്ടോ, തോട്ടിയിട്ട് പിടിച്ചതാ. ദുഷ്ടനാ. എന്റെ ഈ സ്വാമി, ഈ കള്ളുടി നല്ല തൊഴി വിട്ടണേ.
മക്കളെ, നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് പറയേ അച്ഛമ്മ, ഈ വണ്ടിപ്പണി ആദ്യം അങ്ങ് നിർത്ത്. മൂരികളെ കിട്ടണ വിലക്ക് വിൽക്ക്. എന്നിട്ട് എൻ്റെ മക്കള് അച്ഛമ്മ പറയണ മാതിരി കേക്ക്. പത്തായത്തിലെ അപ്പൂപ്പന്മാരുടെ പട്ടിരിപ്പുണ്ട്. അതെടുത്ത് ചുറ്റി പറകാളിക്ക് തിരിവെച്ച് അടിമപ്പണം കെട്ടി എൻ്റെ മക്കൾ ചാവുകയത്തിൻ്റെ തെക്കേ പാറയുടെ ചോട്ടിലൊന്ന് മുങ്ങ്. വാരാം, വാരി എടുക്കാൻ നിനക്ക്. കൊലയ്ക്ക് കൊടുത്തേ അടങ്ങും പണ്ടാറടങ്ങാൻ. ചാവ് കയറ്റുന്നു വാരാ മുങ്ങിയവരാരും പിന്നെ പൊങ്ങിയിട്ടില്ല. എന്നിട്ടും തള്ളയുടെ സൂക്കേട്. എല്ലാരും മുങ്ങണ മാതിരി അല്ല നീ മുങ്ങണത്. അതറിയണതുകൊണ്ടാ ഞാൻ പറയണേ. അതാദ്യം നീ മനസ്സിലാക്ക്. അതെ, 10,000 പട്ട് ഞാൻ എടുത്തു തരാം. അടിമപ്പണം കെട്ടിക്കോളാം. പോരാത്തന്നെ ഒരു കുപ്പി പട്ടിയും തരാം. തളർന്നു പോയി മുങ്ങുന്നോ? കിട്ടുന്നതിന്റെ പാതി എനിക്ക് തന്നാ മതി. ദോഷി മിണ്ടാതിരുന്നോളാം. തരണത് വല്ലതും വാരി തിന്ന് അവിടെ അവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്നോളാം. ഓ ചാവ് കഴുത്തിലേക്ക്. എനിക്കൊരു 10 രൂപ വേണമായിരുന്നു. എന്തിനാ? പൊന്നും അച്ഛനും അമ്പാട്ടമ്പലത്തിൽ എത്തിയിട്ടുണ്ടെന്ന്. എനിക്കൊന്ന് പോവാനാ. പിന്നെ കുമ്പാട്ടമ്പലത്തിലേക്ക് ഉണ്ടാക്കേണ്ട കേട്. ഇവിടെ ലോറിക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ളതാ. എവിടെന്നാ കാശ് ഉണ്ടാക്കാൻ ആദ്യം പിടിച്ചടക്കാ. അതിനിടയിൽ ഓരോ 10 രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. തിരിച്ചു വരുമ്പോഴത്തേക്ക് അങ്ങ് തന്നേക്കാം. 10 രൂപ പോയിട്ട് 10 പൈസയും തരില്ല. ഒറ്റനെ കാണാനുള്ള പൂതി. കിടക്കപ്പായെന്ന് വലിച്ചെടുത്തോണ്ട് പോയത് എന്റെ കുഞ്ഞിനെ. അത് ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും ഒന്ന് അറിയണ്ടേ? പിന്നെ അറിയണം. അപ്പൊ ഒരു കാര്യം ചെയ്, അപ്പനും മോളും പൊന്നുമോളും കൂടി അവിടെ തന്നെ കൂടിക്കോ. അമ്പലപ്പറമ്പിൽ ഉണ്ടു തൂറി ശീലമുള്ളതല്ലേ തന്തയ്ക്കും മോൾക്കും. കടന്നു പോടി ശവം. കുമ്പാട്ടമ്പലത്തിലിച്ച് തന്തയ്ക്കും മോൾക്ക് അമ്പലപ്പറമ്പിൽ നിറങ്ങി ഒരു ശീലായി. അല്ല കൊച്ചേ, ആരാ? ഞാനാ. കുറച്ച് കാശ, ഇത് വെച്ചോ. പൊന്നുനെ കാണാൻ പോണ്ടായോ? എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ? ആരും അറിയത്തില്ല. ഇത് വെച്ചോ. ദിവാകരേട്ടനെ വിളിക്കട്ടെ ഞാൻ? വേണ്ട വേണ്ട. എങ്കിൽ പോ.